ശാപമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതുന്ന സ്ഥലത്തെല്ലാം സ്വലാത്ത് എഴുതിക്കൊള്ളണം എന്ന് നിർബന്ധം ഇല്ല. എഴുതുമ്പോഴും സ്വലാത്ത് ചൊല്ലണം. എഴുതുമ്പോ സ്വലാത്ത് അങ്ങനെ സാന്ന് എഴുതിയാ പോരാ, എഴുതിയാലും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് എഴുതിയാലും ചൊല്ലണം, എഴുതിയില്ലെങ്കിലും ചൊല്ലണം. എഴുതുമ്പോ സ്വലാത്ത് എഴുതൽ നിർബന്ധം ഇല്ല. ചില സന്ദർഭങ്ങളിലൊക്കെ സ്വ എന്ന് എഴുതുന്നത് അപകടകരമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് സ്വലാത്ത് എഴുതേണ്ട ആവശ്യമില്ല, ചൊല്ലിയാൽ മതി. കാണുമ്പോൾ ചൊല്ലണം, കേൾക്കുമ്പോൾ ചൊല്ലണം, എഴുതുമ്പോൾ ചൊല്ലണം, അറിയുമ്പോൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്തിന് പകരം സ്വാദ് മാത്രം എഴുതാൻ പാടില്ല. സ്വൽഅം എന്ന് എഴുതാൻ ഒട്ടും പാടില്ല, അത് വളരെ മോശമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന പേര് എഴുതുമ്പോൾ പൂർണ്ണമായും എഴുതണം. പാകിസ്ഥാനിൽ നിയമം മൂലം തന്നെ നിരോധിച്ചിട്ടുണ്ട്. MOHD, MHD എന്നൊക്കെ ചിലർ എഴുതാറുണ്ട് പേരെഴുതുമ്പോൾ, ചുരുക്കി എഴുതാൻ വേണ്ടി. അങ്ങനെ എഴുതാൻ പാടില്ല. समझ मोहम्मद की बदले MD, MHD ऐसा नहीं लिखना चाहिए, वो हराम है. हुजूर की शान में किसी भी नुकसान नहीं होना चाहिए. ഫ്രാൻസിലെ വലിയൊരു കമ്പനിയുമായി മൾട്ടി മില്യന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അബുദാബിയിലെ മുഹമ്മദ് അറ്റീഖ് എന്ന് പറയുന്ന സഹോദരൻ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ഒരു വൗച്ചർ എഴുതിയിട്ട് ബാങ്ക് ക്ലർക്ക് കൊടുത്ത് MD അറ്റീഖ് എഴുതിയിട്ട്, മാനേജിംഗ് ഡയറക്ടർ അല്ല മുഹമ്മദ് എന്നതിന് പകരം അയാൾ പറഞ്ഞത് മാറ്റണം. മുഹമ്മദ് അറ്റീഖ്, അറ്റീഖ് എന്നുള്ളത് ചുരുക്കിയിട്ട് AQ എന്ന് എഴുതിക്കോ. മറ്റത് റസൂലുള്ളാന്റെ പേരാണ്, അതിലെനിക്ക് ചുരുക്കാൻ പറ്റില്ല. അങ്ങനെ ഫ്രാൻസിലെ കമ്പനിയില് മൾട്ടി മില്യന്റെ ഒരു പ്രോഗ്രാം എഗ്രിമെന്റ് പൂർത്തിയായിട്ട് വന്നപ്പോ സൈൻ ചെയ്യാൻ വിസമ്മതിച്ചു. കമ്പനി പിന്നീട് സർക്കുലർ പുറപ്പെടുവിച്ചു, ഇനി എവിടെ മുഹമ്മദ് എന്ന് എഴുതുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി എഴുതണം, ആ പേര് ചുരുക്കി എഴുതാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ആ മദ്ഹ് അതാണ്. അത് മദ്ഹ് ജന്മവുമായി ബന്ധപ്പെട്ട മദ്ഹാണ് മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മസ്ഥലം, ജന്മസമയം. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലത്ത്, ഇന്ന് ലൈബ്രറി കുടികൊള്ളുന്ന സ്ഥലത്ത്, അവിടെ വന്ന് മക്കയിലെ ജനങ്ങൾ ജന്മദിവസം മൗലിദ് ഓതാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും മക്കയിലും മദീനയിലുമെല്ലാം ആ സമയത്ത് 12-ന് പുലർച്ചെ സുബ്ഹിയുടെ മുമ്പ് മൗലിദിന്റെ വലിയ സദസ്സുകൾ, വലിയ മഹ്ളറകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ നടക്കണം. ഖുർആനിൽ പറഞ്ഞ മദ്ഹുകൾ, ഹദീസിലുള്ള മദ്ഹുകൾ, സ്വഹാബത്തിൽ നിന്ന് 72 സ്വഹാബികൾ നബിതങ്ങളുടെ മദ്ഹ് ചെയ്തുകൊണ്ട് കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഗദ്യങ്ങൾ നമുക്ക് ഹദീസിൽ തന്നെ ഉടനീളം കാണാമല്ലോ. ഗദ്യപദ്യങ്ങൾ സമ്മിശ്രമാക്കി നബിതങ്ങൾ ഖദീജ ബീവിയുടെ ആണ്ടിന് ചെയ്തതുപോലെ, നബിതങ്ങൾ ഉഹദിന്റെ സ്വഹാബത്തിന് സിയാറത്ത് ചെയ്തതുപോലെ എല്ലാം കൂട്ടിച്ചേർത്ത് ആണ്ടിന്റെ ദിവസം വലിയ മൗലിദ് നടത്തുക എന്നത് അത് മുളഫർ രാജാവാണ് ചെയ്തത്. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. അദ്ദേഹം ആയിരക്കണക്കിന് ഒട്ടകത്തെയും ആടിനെയും കോഴിയെയും എല്ലാം അറുത്ത് വലിയ സദ്യയുണ്ടാക്കിയിട്ട് നല്ല നല്ല കവികളെയെല്ലാം വിളിച്ചു വരുത്തി അവരവരുണ്ടാക്കുന്ന പാട്ടുകൾ പാടിച്ച് നല്ല പ്രസംഗങ്ങൾ ചെയ്യിച്ചിട്ട് നബിദിനം ആഘോഷിച്ചു. ആ രാജപാരമ്പര്യം രാജാക്കന്മാർ അത് പിന്തുടർന്നു. അങ്ങനെ ഇന്ന് തങ്ങന്മാര് ഭരിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. മൊറോക്കോ, മുഹമ്മദ് അസാദിസ് ഭരിക്കുന്ന മൊറോക്കോയുണ്ട്, ഹാഷിമി ഭരണകൂടമാണ്. ജോർദാൻ അഹ്ലുബൈത്ത് ഭരിക്കുന്ന രാജ്യമാണ്, അവിടെ അഹ്ലുബൈത്ത് ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ ബ്രൂണൈ, ഹസൻ ബോൽഖിയ അസ്സഖാഫ് തങ്ങൾ ഭരിക്കുന്ന നാടാണ്. അതുപോലെ തങ്ങന്മാര് ഭരിക്കുന്ന നാട്. അല്ലാത്ത നാട്ടിലും മൗലിദ് ഗംഭീരമാണ്. ഷേഖ് സായിദ് വലിയ മൗലിദ് നടത്തിയിട്ടാണല്ലോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. നമ്മുടെ സമ്മേളനത്തിന് വന്ന മുഹമ്മദുൽ മാലിക്കി ഇന്ത്യ മുഴുവനും സിയാറത്ത് ചെയ്ത് അബുദാബിയിൽ ചെന്ന് വലിയ മൗലിദ് നടത്തിയിട്ട് അവിടുന്ന് അദ്ദേഹം പോയി.
6 മാസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വഫാത്തായി. റമദാൻ മാസത്തിൽ ബദരീങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് ഷെയ്ഖ് സായിദും മുഹമ്മദുൽ മാലിക്കിയും. ഇന്നും അബുദാബിയിൽ ജായിസത്തുൽ ബുർദ എന്ന് പറഞ്ഞിട്ട് ബുർദ അവാർഡുണ്ട്. അതുപോലെ ദുബായ് ഔഖാഫിന് കീഴിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് നടത്തുന്ന മൗലിദിന്റെ പരിപാടി ജായിസത്തുൽ ഖുർആന്റെ കീഴിലും അല്ലാതെയും അവിടെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലും നടക്കുന്നതായിട്ട് കാണാം. പലപ്പോഴും നമുക്കതിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീട്ടിലും